ലാസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നത്, ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ റൂമിലേക്ക് മാറ്റുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നെന്നറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. ഹീറോയിൻ്റെ പേരൻസ് ആണെങ്കിൽ സെക്രട്ടറിയെ കണ്ടു കഴിയുമ്പോൾ ഇവൻ ഭയങ്കര ഹാൻസം ആയിട്ടുണ്ടല്ലോ, നിന്റെ ബോയ് ഫ്രണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുവാണ്. നിങ്ങളെങ്ങനെയാ തമ്മിൽ മീറ്റ് ചെയ്തത്, ഹാരി കാരണമാണോന്ന് ചോദിക്കുവാണ്. അല്ല, ഞാൻ കാരണമല്ല, ഇവർ അയൽവക്കക്കാരാണ്, ഇവർ അടുത്തടുത്താണ് താമസിക്കുന്നത്, അങ്ങനെയാണ് ഇവർ മീറ്റ് ചെയ്തെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഹാരി പറയാണ്, നിങ്ങൾ ഒരുപാട് ടയേർഡായി കാണും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി റെസ്റ്റ് എടുക്കാൻ പറയുകയാണ്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണോ? എനിക്ക് റെസ്റ്റ് ഒന്നും എടുക്കണ്ട, ഞാനിപ്പോൾ ടയേർഡൊന്നുമല്ല, ഞാൻ എന്തായാലും ഇവനോട് ഒരുപാട് പേരെ സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്തായാലും നീ സെക്രട്ടറി ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, അതും ആ തൈമുവിൻ്റെ കീഴിൽ ഭയങ്കര കഷ്ടപ്പാടിലായിരിക്കും, ഭയങ്കര ടഫല്ലായിരിക്കും എന്നൊക്കെ പറയുവാണ്. ഇല്ല, അദ്ദേഹം ഭയങ്കര കൈൻഡും ജെൻറ്റിലൊക്കെയാണെന്ന് സെക്രട്ടറി പറയുവാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് യങ്സോ ആദ്യം ഇവിടെ വന്ന കാര്യം ഓർമ്മ വരുന്നത്, അവളൊന്ന് ഭയങ്കര സ്കിന്നി ആയിരുന്നെന്നും അതുപോലെ തന്നെ ഫുഡൊന്നും കഴിക്കാതെ വന്നിട്ടെന്നുള്ള കാര്യം ഹാരിയുടെ അച്ഛൻ പറയുവാണ്. താഴ്ന്ന പുള്ളിക്കാരൻ പറയുകയാണ്, ഇവളാണെങ്കിൽ ഹാരിയുടെ സ്കൂളിലേക്ക് പുതിയതായിട്ട് വന്നതായിരുന്നു, ലഞ്ച് ടൈമിൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഹാരി ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശേഷമാണെങ്കിൽ യങ്സ പറയാണ്, അന്ന് ഇവരെനിക്കൊരു ഫുഡ് തന്നു, എന്ത് അടിപൊളിയായിരുന്നു അറിയാം, പിന്നെ ഞാൻ സ്ഥിരം ഇങ്ങോട്ട് വരാൻ തുടങ്ങി, പിന്നെ എല്ലാ ദിവസവും തന്നെ ഇവിടെ വരുന്നുണ്ടെന്ന് പുള്ളിക്കാർ പറയുകയാണ്. നിനക്ക് എത്ര തവണ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, നിൻ്റെ മക്കളുണ്ടായി കഴിയുമ്പോൾ അവരെയും കൂട്ടിക്കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ഹാരിയുടെ അമ്മ പറയുകയാണ്. ഇതേ സമയത്ത് ഡ്രിങ്ക് ആണെങ്കിൽ തീരുവാണ്. ഇത് കണ്ടതും ഹാരി പറയുകയാണ്, ഡ്രിങ്ക് എല്ലാം തീർന്നു പോയില്ലേ, നമുക്ക് അതുകൊണ്ട് പിന്നീട് ദിവസം സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ ആവശ്യം എന്താ, നിനക്ക് അന്ന് സമ്മാനം കിട്ടിയപ്പോൾ ഒരു ഡ്രിങ്ക് കിട്ടിയില്ലായിരുന്നു, അതിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു ഭയങ്കര ഹൈ ക്വാളിറ്റി ഉള്ള, നിങ്ങൾ അതുപോലെ എടുത്തിട്ടുണ്ടാകാൻ പറഞ്ഞ് ഹാരിയുടെ അച്ഛനെ പറഞ്ഞു വിടുവാണ്. ഇതേ സമയത്ത് ഹാരിയാണ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആവാണ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിയും പുറകെ ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ഹീറോയെ കാണുന്നില്ല. ഹാരിയുടെ അച്ഛനാണെങ്കിൽ ആ ഡ്രിങ്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ മൊത്തം ഹീറോയിനെ നോക്കുമ്പോഴാണ് ഹീറോയാണെങ്കിൽ ആ അലമാരിക്കകത്തിരിക്കുന്നത് കാണുന്നത്. പുറത്തുനിന്നാണെങ്കിൽ അവരുടെ സംസാരിക്കാനുള്ള ഒരുപാട് ചിരിയൊക്കെ കേൾക്കുവാണ്. ഇതേ സമയത്ത് പുള്ളിക്കാരൻ പറയാണ്, ഇത് അടുത്തൊന്നും തീരുന്ന എനിക്ക് തോന്നില്ലെന്ന് പറയാണ്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയെ കൂട്ടിക്കൊണ്ട്, എനിക്കൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഇതിൽ നിന്ന് താഴത്തേക്ക് ചാട്, അപ്പോൾ പെട്ടെന്ന് താഴെ ഇതില്ലെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് ചാടുവാണെങ്കിൽ താഴത്തേക്കായിരിക്കില്ല ചെല്ലുക, മുകളിലേക്കായിരിക്കും പോകണമെന്ന് പറയുകയാണ് ഹീറോ. അത് ശരിയാ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ അച്ഛനും അമ്മയും സൈഡിലേക്കൊക്കെ മാറുവാണ്. ആ തക്കത്തിലാണെങ്കിൽ ഹീറോയിനെ കഷ്ടപ്പെട്ട് ഹീറോയിനും യങ്സ് എല്ലാം കൂടെ കൂട്ടി പുറത്തേക്ക് ആക്കുവാണ്. തുടർന്ന് ഹീറോയിനും ഹീറോടൊപ്പം പോവുകയാണ് ചെയ്യുന്നത്. ഹീറോ എങ്ങോട്ടാ പോയെന്ന് ഹാരിയുടെ അച്ഛൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഡ്രിങ്ക്സ് എല്ലാം തീർന്നുകൊണ്ട് കുറച്ചും കൂടെ വാങ്ങിക്കാൻ വേണ്ടി അവൾ പോയെന്ന് പറയുകയാണ്. പുറത്തിറങ്ങിയതും ഹീറോയിൻ പറയുകയാണ്, നിനക്കറിയോ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാവോ? ഈ സമയത്ത് ഹീറോ പറയുകയാണ്, ഞാൻ എന്താ ചിന്തിച്ചതെന്ന് നിനക്കറിയാവോ, എനിക്ക് അവരുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് ഇൻട്രൊഡ്യൂസ് ആണെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഹാമിനിലൂടെ വരുന്നത് ഹീറോയിൻ കാണുവാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിനെ ഹീറോയുടെ കാറിൻ്റെ സൈഡിലൂടെ മാറ്റി ഹാമിൻ കാണാതെ മാറ്റി ഒളിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഹാമിൻ ഇതേ സമയത്ത് ഈ കാറിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ട്, ഇതുപോലത്തെ ഒരു കാർ എനിക്കും വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഈ കാറിനെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഹാരി ആണെങ്കിൽ ഹീറോയുടെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഹാമിൻ കാണുന്നത്. തുടർന്നാണെങ്കിൽ ഇത് ആരാന്ന് ചോദിക്കുവാണ്. ഇത് എൻ്റെ ഷർട്ടല്ലേ, ഇയാൾ ആരാന്ന് ചോദിക്കുവാണ്. അതുമാത്രമല്ല നീ എന്താ ഇയാളുടെ ഒപ്പം എന്നൊക്കെ ചോദിക്കുവാണ്. ഈ സമയത്ത് ഹീറോ തന്നെ പരിചയപ്പെടുത്തുവാണ്, ഞാൻ ഹാരിയുടെ കമ്പനിയുടെ പ്രസിഡൻ്റ് ആണെന്ന് പറയുകയാണ്. അതുമാത്രമല്ല ഞാൻ ഹാരിയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഹാമിനാണെങ്കിൽ സോറിയൊക്കെ പറയുകയാണ്. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെന്തിനാ എൻ്റെ സിസ്റ്ററിനെ ഡേറ്റ് ചെയ്യുന്നത്? അല്ല, ഇവിടെ നിങ്ങളെ ബ്ലാക്ക് മെയിൽ വല്ലതും ചെയ്താണ് ഇങ്ങനെ കൂടെ കൊണ്ട് നടത്തുന്നത്, എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയൊന്നും അല്ല, ഞാൻ ശരിക്കും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇനി അവളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താലും അതെനിക്ക് കുഴപ്പമില്ല, അപ്പോഴും എനിക്ക് അവളുടെ ഒപ്പം ഒരുപാട് നേരം ഇരിക്കാമല്ലോ എന്ന് പറയുകയാണ്. തോന്നാണെങ്കിൽ ഹാമനാണെങ്കിൽ ഹീറോയെ ബ്രദറില്ലോ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ടതും ഹീറോയ്ക്ക് വല്ലാത്തൊരു ഗൂസ്ബംപൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. എനിക്കിഷ്ടമുള്ള ഏത് ക്ലോത്ത്സ് വേണം വാങ്ങിച്ചാൽ ഇന്നും പറഞ്ഞ് ഈ കാർഡ്സ് കൊടുക്കുകയാണ്. നിങ്ങളെന്താ അവനെ ചീത്തയാക്കാൻ നോക്കുകയാണെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ പറയാണ്, എനിക്ക് വേണ്ട, നീ എൻ്റെ ഓഫീസിലേക്ക് വാ, നിനക്ക് വേണ്ട അത്രയും പൈസ ഞാൻ തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ഹാമിനെ ആണെങ്കിൽ കൂട്ടിക്കൊണ്ട് ഹീറോയിൻ പോവാണ്. എന്നിട്ട് പറയാണ്, നീ എന്തിനാ പൈസയൊക്കെ എടുത്തോണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഈ കാര്യം വീട്ടിലറിയാവുമെന്ന് ചോദിക്കുകയാണ്. അതായത് ഹീറോയുടെ ഒപ്പമുള്ള കാര്യം അതില്ലെന്ന് പറയുകയാണ്. എങ്കിൽ നമുക്ക് പരസ്പരം ഡീൽ ചെയ്യാം, ഈ കാര്യം ഞാനും പറയില്ല, ആ
പൈസ എടുത്തുകൊണ്ട് പോയ കാര്യം നീയും പറയില്ലെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ഡീല് ചെയ്യാൻ ഈ സമയത്ത് ഹാമിൻ പറയാണ്, എന്തായാലും നിങ്ങളുടെ കല്യാണം നടത്താനായിട്ട് നമ്മുടെ സ്റ്റോർ വിറ്റാൽ പോലും പൈസ കിട്ടില്ലെന്ന് പറയുകയാണ്. നീ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണമെന്ന് പറയുകയാണ്. എനിക്കൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു K-pop ഐഡലാവട്ടെ, അപ്പോൾ എല്ലാ കാര്യവും പ്രശ്നവും തീരില്ലെന്ന് ചോദിക്കുകയാണ്. അതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഹീറോയിനാണെങ്കിൽ ഹാമിൻ്റെ അടുത്തെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം യങ്സോ ആണെങ്കിൽ ജിമ്മിൽ പോവാണ്. ഇതേ സമയത്ത് സെക്രട്ടറി അവിടെ തന്നെയുണ്ട്. യങ്സോ ആണെങ്കിൽ ഹീറോയാണെങ്കിൽ തലേ ദിവസം കൈക്കൂലിയായിട്ട് കൊടുത്തിരുന്ന ആ വീഡിയോ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഇങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് ആകരുത് യങ്സോ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കാണുന്ന യങ്സോ ആണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. സെക്രട്ടറി ആണെങ്കിൽ ഇവിടെ എന്താ കാണുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുമ്പോഴത്തേക്കുമാണ് ഈ വീഡിയോ കാണുന്നത്. ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന ചോദിക്കുകയാണ്. ഇതെനിക്ക് ടൈം കൈക്കൂലിയായിട്ട് വന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് സെക്രട്ടറി ആണെങ്കിൽ ആ ഫോൺ പിടിച്ച് വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇവർ നടത്തുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് സൈഡിലുള്ള നിൽപ്പുണ്ട്. ഇതിന് ശേഷം ഇതെല്ലാം കൂടെ യങ്സോടെ അച്ഛൻ്റെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ പറയുകയാണ്, ഞാൻ ഇവളോട് പറഞ്ഞത് ടൈമുമായിട്ട് അടുക്കാനായിട്ടാണ്, പക്ഷേ ഇവളാണെങ്കിൽ അയാളുടെ സെക്രട്ടറി ആയിട്ടാണല്ലോ എടുക്കുന്നതെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയാണ്. കാണിക്കുന്ന ഡ്രാമയിലെ ഒരു രംഗമാണ്. അതായത് അതിനകത്തെ ഹീറോയാണെങ്കിൽ അതിനകത്തെ ഹീറോയിനെ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഇതൊക്കെ കണ്ട പുള്ളിക്കാരൻ്റെ അച്ഛനും അതുപോലെ തന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിക്കാനിരുന്ന ആ ചേച്ചിയുടെ അമ്മയും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ മോളൊന്ന് ചോദിക്കുവാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഈ പുള്ളിക്കാരിയാണെങ്കിൽ നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇനി തീർന്നു, ഇനി നിങ്ങളുടെ കമ്പനിയായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നും പറഞ്ഞ് അത് കോൺട്രാക്ട് പ്രധാനക്കത്ത് കീറിക്കളഞ്ഞിട്ട് പുള്ളിക്കാർ പോവാണ്. ഇത് കണ്ടതും ഹീറോയുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചങ്കൊക്കെ പൊട്ടി നിലത്ത് വീണിട്ട് പുള്ളിക്കാരൻ ചത്തുപോവാണ്. ഇതേ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹാരിയുടെ അച്ഛൻ പറയുകയാണ്, ഇത്ര ചെറിയ കാര്യത്തിന് ഇയാൾ മരിച്ചു പോയല്ലോ, ഇയാൾക്ക് ചങ്കരമൊന്നുമല്ലോ, ആ അപ്പൻ ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചതല്ല സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹാരിയുടെ അമ്മ പറയാണ്, അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇയാളുടെ ഒരു റിച്ചായ പേഴ്സണല്ലേ, അയാളുടെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, സാധാരണ കാര്യം, അത് അംഗീകരിക്കാൻ അയാളെ കൊണ്ട് പറ്റിക്കാനില്ലെന്ന് പറയുകയാണ്. അതേ സമയത്ത് ഹാരിയുടെ അച്ഛൻ പറയാണ്, നമ്മളെപ്പോഴും നമുക്ക് സിമിലർ ആയിട്ടുള്ള അതേ പൊസിഷനിലുള്ള ക്ലാസ്സിലുള്ളവരെ കല്യാണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അതാണ് കുടുംബജീവിതത്തിനും നല്ലതെന്ന് പുള്ളിക്കാരൻ പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ടിരിക്കുന്ന ഹാമിൻ്റെ ആണെങ്കിൽ ഇവർ ഞാൻ വിചാരിച്ച പോലുള്ള ആൾക്കാരെ അല്ല, ഹാരിൻ്റെ കാര്യം സെറ്റാകാൻ കുറച്ച് പാടുപെടുന്ന പുള്ളിക്കാരനിങ്ങനെ ഹാമിനിങ്ങനെ മനസ്സിൽ പറയുകയാണ്. ഇതേ സമയത്ത് മിൻവു ആണെങ്കിൽ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് അവർക്ക് എന്തോ കൊടുക്കുകയാണ്. ശേഷമാണെങ്കിൽ ഹാരി എന്തെന്ന് ചോദിക്കുകയാണ്. ഹാരി എവിടെയില്ല, നിൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾ കരുതത് നീ അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ മിൻവു ആണെങ്കിൽ ഏതാ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ മിൻവുവിൻ്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഹാരിയോട് ഡ്രിങ്ക് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കൊടുത്തതിന് ശേഷം പറയുകയാണ്, നീ എന്തിനാണ് എൻ്റെ മിൻവുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അവനെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റാനായിട്ട് നോക്കണമെന്ന് പറയുകയാണ്. നീ എന്നോട് ഒരു നാൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിനക്ക് അവന് ഇഷ്ടമാണെന്ന്, അതായത് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അന്ന് അവനെ എനിക്കിഷ്ടമൊന്നുമല്ലായിരുന്നു, എങ്കിലും ഞാൻ അവനെ പ്രപ്പോസൊക്കെ ചെയ്യും. കാരണം എന്താണെന്നറിയാവോ, അവനെ നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി. ആ റീസൺ വെച്ചാണ് നീ ഇന്ന് അവനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് മിനുവിൻ്റെ ഗേൾഫ്രണ്ട് പറയുകയാണ്. നിനക്ക് വേണമെങ്കിൽ നേരത്തെ പറയാമായിരുന്നല്ലോ, ഞാൻ അവനെ ബോയ് ഫ്രണ്ടായിട്ട് വെച്ചിരുന്ന സമയത്ത് വേറൊരാളെ നോക്കിയിരുന്നു, അതായത് ഞാൻ ബോർഡ് പോകുന്നതിന് മുന്നേ. പക്ഷേ ഇപ്പോൾ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, അവനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ അവൻ്റെ അടുത്ത് നിന്ന് അകറ്റരുത്, നിനക്ക് വേണം അന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വേണം അകറ്റി നിൻ്റെ ബോയ് ഫ്രണ്ട് ആക്കിക്കൂടാതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് അകറ്റണതെന്ന് ചോദിക്കുകയാണ്. അന്ന് എനിക്കത് ഭയങ്കര ക്രൂവലായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നീ പറയുന്നവരൊന്നും കേട്ടിട്ട് എനിക്ക് അന്ന് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് ഹാരി. ഇതേ സമയത്ത് മിനു ആണെങ്കിൽ അങ്ങോട്ട് വരുവാണ്. തുടർന്ന് ഹാരി ആണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മിനു ആണെങ്കിൽ ഹാരിയുടെ പുറകെ ചെന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണമെന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് ഹാരി പറയാണ്, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, നീ അവളോട് എന്തോ വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അവളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞ അത് എൻ്റെയും അവളുടെയും ജീവിതത്തിൽ ഒരുപാട് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിൻ്റെ തെറ്റ് നീ റിയലൈസ് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോയി തിരുത്താൻ ശ്രമിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ശേഷം അവളാണെങ്കിൽ തൈമൂനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. തൈമൂനെ എന്താ ഈ സമയത്ത് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് ബോറടിച്ചു, നാളെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഡേറ്റിന് പോയാലെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഹീറോയെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ഓഫീസിലാണ് ഇവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹാരിയുടെ ഫ്രണ്ടാണെങ്കിൽ എന്തോ ഒരു ചോക്ലേറ്റിൻ്റെ കുറേ കുക്കീസൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. എന്നിട്ട് ഏതാണ് മികച്ചത്, ഏത് ഇൻഗ്രീഡിയൻസ് ആണ് നല്ലതെന്നൊക്കെ അവളുടെ ഹെഡിനോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഹെഡാണെങ്കിൽ ഏതോ ഐസ്ക്രീമിൻ്റെ ഫോമുലയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ
ആ ഫോർമുല ഞാൻ ഉച്ച കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാമെന്ന് ഹാരിയുടെ ഫ്രണ്ടിനോട് പറയുകയാണ്. ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്, നിങ്ങളെന്തിനാ അവളോട് പറഞ്ഞതെന്ന് പറയുകയാണ്. ഉച്ച കഴിഞ്ഞൊന്നും പറ്റില്ല, ഉച്ചയ്ക്ക് മുന്നേ തന്നെ വരണമെന്ന് പറയുകയാണ്. ഉച്ച കഴിഞ്ഞ് എനിക്ക് സമയമുള്ളതെന്ന് ഹാരിയുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. നിങ്ങൾ തമ്മിൽ വല്ല അടിയും കൂടിയെന്ന് ഹാരി ചോദിക്കുവാണ്. ശേഷമാണെങ്കിൽ പുള്ളിക്കാർ പറയുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാവരെയും അറിയിക്കണം എന്നാണ് പുള്ളിക്കാരൻ്റെ താല്പര്യം എന്ന് പറയുകയാണ്. ഞാനതിന് സമ്മതിച്ചില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ പക്ഷത്ത് തന്നെ തെറ്റുന്ന ഹാരിയുടെ ഫ്രണ്ട് പറയുകയാണ്, അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് കാരണം തെറ്റുണ്ടായെന്നും പറഞ്ഞ് മറ്റേ ആൾ ഒരുപാട് വേദനിപ്പിക്കും. ഇനി ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ തെറ്റാ അവളുടെ തെറ്റാ മൊത്തം അതിനെപ്പറ്റി ഓഫീസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുകയാണ്. ശരിയാ, ഈ മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് അവിടെ കുറച്ചൊരു പരദൂഷണം പറഞ്ഞു പോകുമ്പോൾ ആ കാര്യം ശരിയാണെന്ന് നമ്മുടെ ഹാരിയുടെ ഫ്രണ്ട് പറയുകയാണ്. ഇത് തന്നെയാണ് പ്രശ്നം എന്ന് പുള്ളിക്കാരിയും പറയുകയാണ്. മറ്റു വശത്ത് ഗ്രാൻഡ് പാനെ ആണെങ്കിൽ ആരോ വിളിക്കുകയാണ്, അതായത് നമ്മുടെ ചെയർമാനെ ഒരാൾ വിളിക്കുവാണ്. കഴിഞ്ഞ ദിവസം തൈമൂനെ ആണെങ്കിൽ കണ്ടിരുന്നതെന്നും ഒരാളുടെ ഒപ്പമാണ് കണ്ടിരുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. മറ്റു വശത്ത് നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ ഒരുമിച്ച് ഡേറ്റിന് പോകാനായിട്ട് തീരുമാനിച്ച് അവർ പുറത്ത് നിന്നേക്കുവാണ്. അതേസമയത്ത് നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച ഹീറോയും പറയാണ്, ഇതുപോലെ മഴ വരുമ്പോൾ ഞാൻ ഒരു പ്രത്യേകതരം ഡേറ്റിന് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നെന്ന് പുള്ളിക്കാരി പറയുകയാണ്. എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു സബ്വേയിലൂടെ പുള്ളിക്കാരനെ കൊണ്ടുപോവാണ്. അവിടെ വെച്ച് പുള്ളിക്കാരനറിയാതെ തട്ടി ഹീറോയിൻ്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. ശേഷമാണെങ്കിൽ സീറ്റ് കിട്ടിയപ്പോൾ ഹീറോയിൻ അവിടെ ഇരിക്കുകയും ഹീറോയിനെ കൂട്ടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ശേഷം ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടുള്ള സബ്വേയിലൂടെ പോരുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പോരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. ഞങ്ങളാണെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് ഞാനും യങ്സും ഈ സബ്വേയിലൂടെ ആയിരിക്കും പോകുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങളങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ ഉറങ്ങിപ്പോയി. അവസാനം ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങേണ്ട വന്നെന്ന് പറയുകയാണ്. പുറത്തിറങ്ങിയതും ഹീറോയാണെങ്കിൽ ചോദിക്കുകയാണ്, ഏത് റെസ്റ്റോറൻറ്റിലാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. ശേഷം പുള്ളിക്കാരിയാണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു ഈ സമയത്തെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ ആണെങ്കിൽ ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ എന്നിട്ട് ഓരോ പൂവിൻ്റെ പേര് ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്ക നമ്മുടെ ഹീറോയിൻ പറഞ്ഞത് തെറ്റായിരിക്കും. അതേസമയത്ത് ഹീറോയിൻ പറയുകയാണ്, ഇതിൻ്റെ പേരെന്തിനാണ് അറിയണത്, നമ്മളതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചാൽ പോലെ ചോദിക്കുകയാണ്. അതേസമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഒരു ബൊക്ക പോലെ നിറച്ച് ഫ്ലവർ ആണെങ്കിൽ ഹീറോയ്ക്കാണെങ്കിൽ കൊടുക്കുവാണ്. ഹീറോയിനത് ഒരുപാട് ഇഷ്ടമാണ്. അതിലൂടെ പോകുന്നവരൊക്കെ ഇതൊക്കെ ഈ പുള്ളിക്കാരുടെ അടുത്ത് ഞങ്ങൾക്ക് ജലസ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഹീറോയിൻ പറയാണ്, എനിക്ക് ഇങ്ങനെ മഴ വരുമ്പോൾ ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചാലെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അവർ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഒരു ഫുഡ് എൻജോയ് ചെയ്യുകയാണ്. മറ്റു വശത്ത് ഗ്രാൻഡ് ബയ്ക്കാണെങ്കിൽ മെസ്സേജിൽ കുറേ ഫോട്ടോസ് കിട്ടുവാണ്. അതായത് പുള്ളിക്കാരനാണെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഒപ്പമാണ് വന്നിരുന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ കണ്ട എവിടെയോ സിമിലാരിറ്റി ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് അറിയാമല്ലോ എന്ന് പറയുകയാണ്. ശേഷമാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ ഫോൺ എടുത്ത് ഹാരിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയുകയാണ്. അതായത് അവരുടെ ഓഫീസിലുള്ള ഒരാളുടെ അടുത്ത്, അതായത് ഗ്രാൻഡ് ബയ്ക്ക് ആ ഫോട്ടോയിലുള്ള ആളാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5:30 വീഡിയോ ഇടുന്ന, ഇല്ല ഇനി മുതൽ ഞാൻ 8:30 വീഡിയോ ഇടുന്നത്. ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ടായിരിക്കും. ആ ചാനൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡ്രാമയുടെ സ്റ്റോറീസാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്തത്. അതായത് എല്ലാ ഓൺഗോയിങ് സീരീസുകളും ഇനി മുതൽ ഞാൻ ആ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതോടൊപ്പം നേരത്തെ എല്ലാ എപ്പിസോഡും വന്നു കഴിഞ്ഞ ഡ്രാമാസ് ആയിരിക്കും ഈ ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ ആ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.